ഇത് കേരളത്തിൽ CPM ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ രീതി എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിയുള്ളവന്മാരുണ്ട്, മണ്ടന്മാരുണ്ട്. ഈ മണ്ടന്മാർക്ക് തെരുവിൽ വന്ന ആളാണോ എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ അവർ അടങ്ങിയിരിക്കില്ല. രാജീവിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പിണറായി ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തെ കുറച്ചുകൂടി ലോകം കണ്ടിട്ടുള്ള കുറച്ചുകൂടി ആ രീതി ടെക്നിക്കലി എക്സ്പേർട്ടൊക്കെ ആയിട്ടുള്ള ഒരാൾ വേണം. അപ്പോൾ എല്ലാ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഞാൻ നോക്കി രാജീവേ ഉള്ളൂ. BJP കൂടുതൽ ശക്തിപ്പെടും. BJPയുടെ പ്ലാൻ ഇപ്പം പലരും പറയുന്നുണ്ട് BJP BJP നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. അവരുടെ പ്ലാൻ 50-100 വർഷക്കാണ്. ഇതൊക്കെ ആദ്യം പറഞ്ഞത് നമ്മളല്ലേ. പൂരത്തും ഒരു പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവരുന്നത് മണ്ടന്മാർ. ദേശസ്നേഹത്തിൻ്റെ അവസാന വാക്കാണ് രാജീവിൻ്റെ അച്ഛനും ഒക്കെ. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ ഇവിടെ അവർക്ക് നമ്മളെ ചില അനിയന്മാർ BJPയിലുണ്ട്. അവർക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ ചില പ്രചാരന്മാർക്ക് തോന്നിയാലുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രചാരന്മാർ പൊതുവേ അത്തരം തരം തായില്ല. യൂട്യൂബിൽ പത്തക്കാരുണ്ട്. ഇവന്മാർക്ക് രാവിലെ ന്യൂസ് കൊടുക്കണ്ടേ. സുരേഷ് ഗോപി പിണങ്ങി, സുരേഷ് ഗോപി ഉത്തരം പറഞ്ഞില്ല, രാജീവിന് പണി, രാജീവിനി എങ്ങോട്ട്, അങ്ങനെ വന്ന് ഞാൻ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം. അതിനപ്പുറത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പും നമ്മെ തേടി നിൽക്കുകയാണ്. അങ്ങനെ ആകാംക്ഷയോട് എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം മുൻപ് എന്നത്തെക്കാളും ഒക്കെ തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിന് കേരളം വേദിയായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മുൻപൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഏതാനും സീറ്റുകൾ 1, 2, 3 സീറ്റുകളിൽ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30ഓളം സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ത്രികോണ മത്സരത്തിന് കാരണക്കാരായിട്ടുള്ള BJPയുടെ തന്ത്രങ്ങൾ എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഏത് തരത്തിലായിരിക്കും അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുക? അവിടെ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം ഏതെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? അതോ അവർ ഗ്രൗണ്ട് ലെവലിൽ ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ CPM വളരെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന അവർ പല കാര്യങ്ങളും ഭദ്രമാക്കി മുന്നോട്ട് പോവുകയാണ്. ഒന്നാം പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കുറേയേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. പ്രതിപക്ഷം പല വിഷയങ്ങളിലും അവരുടെ വാക്കുകളൊക്കെ തന്നെ മണ്ട് പിച്ചാത്തി പോലെയായി, അതായത് മൂർച്ചയില്ലാത്ത കത്തി പോലെയായി എന്നാണ് പറയുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് BJPയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തോന്നുന്നു? രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇടപെടലുകളും വാർത്തകളും വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെ ഒരു സൈലൻസാണ്. ആശങ്കയാണോ അതോ പുലി പിന്നിലേക്ക് ചുവട് വയ്ക്കുന്നത് കുതിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പോലെയാണ്? ഈ വാർത്തയും ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ രാജീവല്ലല്ലോ, നിങ്ങൾ മാധ്യമങ്ങളല്ലേ. പുതിയൊരാൾ വരുന്നു, നിങ്ങൾ ഭയങ്കര അതാര് വന്നാലും നിങ്ങൾ വലിയ സംഭവിക്കുക കളയല്ലോ. അതാണല്ലോ നിങ്ങളുടെ ഒരു രീതി. രാജീവിനൊന്നും ഇന്ന് വലിയ മാറ്റമൊന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ഓരോ നിമിഷവും ഓരോ ദിവസം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഓരോ ഗ്രോത്ത് കാണിക്കാൻ പറ്റും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ ഗ്രോത്ത് നമ്മളെങ്ങനെ കാണും? ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴാണ് ബേസിക്കലി കാണും. പണ്ടത്തെ പോലെ റാലി നടത്തി ആളുകളെ ബുദ്ധിമുട്ടിച്ച് ശക്തി കാണിക്കുന്ന രീതിയൊന്നും ഇപ്പോൾ ഇല്ല. അത് മനസ്സിലാകാതെ ഇന്ന് CPM മണ്ടന്മാർക്കാണ്. അവർക്ക് വരെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല. തെരുവുകൾ കൈയടക്കുക എന്നുള്ളത് ആ കാലഘട്ടമൊക്കെ മാറി. ആളുകൾ ഷോപ്പിംഗ് മാളുകൾ വരെ പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ. റിലയൻസ് തന്നെ അവരുടെ പല സ്മാർട്ട് പോയിൻറ്റുകളൊക്കെ നിർത്തി. റിലയൻസ് പോയിൻ്റ് എന്ന സംവിധാനം ഉണ്ടായി, ചെറിയ ഷോപ്പുകൾ അതൊക്കെ നിർത്തി അവരെന്ത് ചെയ്തു? റിലയൻസ് മാർട്ടാക്കി, ഓൺലൈനാക്കി. ആളുകൾ വീട്ടിലിരുന്നാൽ നിങ്ങളെല്ലാ സാധനം കിട്ടും, പപ്പടമൊക്കെ കിട്ടും. മറ്റേ അവിടെ പോയി മേടിക്കണ്ടായിരുന്നു, അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അലവലാദികളൊക്കെ കാണേണ്ടി വരും. ഇതൊന്നുമില്ല, വീട്ടിലിരിക്കുക സ്വസ്ഥമായിട്ട്. അപ്പോൾ ആ രീതിയിൽ മാറി, ലോകം മാറി. അപ്പോൾ അതുകൊണ്ട് ഈ തെരുവ് കീഴടക്കുക എന്നുള്ള വലിയ കാര്യമൊന്നുമല്ല. അത് തന്നെയല്ലേ രാജീവും പറഞ്ഞത്. രാജീവ് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഇതുവരെ കേരളത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പോസിറ്റീവ് പൊളിറ്റിക്സാണ് രാജീവ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ അപ്രോച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ പരമ്പരാഗതമായി ഏറെ നാളെ വർക്ക് ചെയ്ത് വരുന്ന BJPക്കാരുടെ ഒരു ആശങ്കയുണ്ട്. അവർ പറയുന്ന ജെന്യൂൻ ആയിട്ടുള്ളൊരു ഒരു വിഷയമാണ്. അതായത് ഇത്തരത്തിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കേരളം ഭരിക്കുന്നതാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിൽ തന്നെയും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന വീഴ്ചകളും ഒക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ നേരിടുകയും ആഞ്ഞടിക്കുകയും ഒക്കെ തന്നെ വേണ്ടതല്ലേ? അതിനല്ലേ ലിയോനെ വിനൂബി ജോണൊക്കെ നിർത്തിയിരിക്കുന്നത് ഈ പണി ചെയ്യാൻ. എങ്ങനെ നിങ്ങളെ പണിയല്ലേ ഇതൊക്കെ തുറന്ന് കാണിക്കുകയും ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പണ്ടാണെങ്കിൽ ഇതൊന്നും ആകപ്പാട് ആകാശവാണിയേ ഉള്ളൂ. ആകാശവാണി തിരുവനന്തപുരം വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ, ഈ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആളുകളെ വിട്ടു. അത് മൊബിലൈസ് ചെയ്ത് തിരുവനന്തപുരത്തുണ്ട് വലിയ ബഹളമാക്കണമെങ്കിൽ പാർട്ടിക്കാർ വേണ്ടി. ഇന്നതിൻ്റെ ആവശ്യമില്ലെന്ന്
നിങ്ങളിത് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ലിയോയുടെ സ്വഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. വിനിയാണെങ്കിൽ അതിനെ കീറി മുറിച്ച് എല്ലാം കൂടി തുറന്ന് കാണിച്ച് ശരിയാക്കും. ഇത് പിന്നെ അത് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്, ആളുകൾ ചർച്ച ചെയ്യുകയാണ്. അത് തന്നെ അപ്പം പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്ന പണി ഇപ്പോൾ നിങ്ങൾ മീഡിയ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 1-2 ഓഞ്ഞ മാധ്യമങ്ങൾ വെച്ച് കേരളത്തിലെ മീഡിയയാണ് കേരളത്തിലെ പ്രതിപക്ഷം. അത് ഏഷ്യാനെറ്റ്, കൗമുദി, മാതൃഭൂമി, മനോരമ, ഇത്തരം സാധനങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിലെ. ഓഞ്ഞ സാധനങ്ങളായ പേര് അറിയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. ആ ജോലി നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ചെയ്യാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അതിൽ കൂടുതലും പറ്റില്ല. സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആളുകളെ ഒരു വലിയ ബഹളം ഉണ്ടാകുമ്പോൾ എന്താ, ആളുകളുടെ മനസ്സിൽ വികാരം ഉണ്ടാവും, ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ. അത് നിങ്ങൾ ഈ സൗണ്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയക്കാരെന്താ ആ ജോലി രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവന് വേറെ പണിയുണ്ട്. അപ്പോൾ നാട്ടുകാരെ ഈ കാശുണ്ടായി കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ വേണ്ട, എയർ ഇന്ത്യ ഗവൺമെൻറ് നടത്തേണ്ട ആവശ്യമില്ല. നാട്ടുകാർക്ക് മറ്റു കാര്യങ്ങൾ, ഇൻക്യുബേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ജോലി കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, ഇതൊക്കെ ഗവൺമെൻറ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ നിങ്ങളിതെല്ലാം കൂടി ഏറ്റെടുത്തോടു കൂടി ഇതിപ്പോൾ അവർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ബോധവും വിവരവും ഇല്ലാത്തവന്മാരായതുകൊണ്ടാണ്, അല്ലാത്ത ആവശ്യമില്ല. നിങ്ങളത് നന്നായി ചെയ്യുന്നുണ്ട് ആര് ഭരിച്ചു കഴിഞ്ഞാലും. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഒരു വിഷനോട് കൂടിയിട്ട് 10-50 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളം എന്താണ്, അന്ന് ലോകം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. അധികാരം അവരായില്ല, നിങ്ങളതിലില്ല. നിങ്ങൾ 4 പത്രപ്രവർത്തകർ പിന്നെ MLA മാരും MP മാരായാലും നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഫയൽ നീക്കാൻ അത്തരം കാര്യങ്ങളെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അതിനവസാനം AKG ഭവൻ ആരെങ്കിലും അയച്ചു തരേണ്ടി വരും അത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മറാതി ഭവൻ ആരെങ്കിലും അയച്ചു തരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാന്നുള്ള രാഷ്ട്രീയക്കാർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണം, ഇവിടെ ഏതൊക്കെ സമൂഹങ്ങളാണ് ഓരം ചേർത്തിരിക്കുന്നത്, അവരെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം, ഇത്തരം കാര്യങ്ങളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇത് കേരളത്തിൽ CPM ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അവരുടെ രീതി എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിയുള്ളവന്മാരുണ്ട്, മണ്ടന്മാരുണ്ട്. ഈ മണ്ടന്മാർക്ക് തെരുവിൽ വന്ന ആളാണോ എന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ അവർ അടങ്ങിയിരിക്കില്ല. അവർ കഴിക്കുമ്പോൾ വലിയ എനിക്കുണ്ടാവില്ല. CPM ഭരിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടത് അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് പോകാം ധൈര്യത്തോടു കൂടി. അല്ല അവന്മാരെ കല്ല് കൊണ്ടിട്ട് ബസ്സിൻ്റെ ജില്ല് വിട്ടു, നമ്മളെ കാറിൻ്റെ ജില്ല് വിട്ടു അവസ്ഥയായിരുന്നു അവർ ഭരിക്കുമ്പോൾ. അല്ല അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരിച്ചാൽ വലിയ വർഷമല്ല. ഇപ്പോൾ കോൺഗ്രസ് നമ്മൾ കൊള്ളേണ്ടി വരും. BJPക്കാരാണ് ഈ CPMൻ്റെ ഒരു റോളായിട്ടാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന് കാരണം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന പൊളിറ്റിക്സ് അതല്ല. അന്ന് CPMമാർക്കൊന്നും വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് പിന്നെ മേശം കോൺട്രാക്ടറുടെ ഇവിടെയുള്ള നിങ്ങളെ മുതലാളിൻ്റെയൊക്കെ വണ്ടീൻ്റെ ചില്ല് പൊട്ടിക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ അവർക്കൊക്കെ വണ്ടിൻ്റെ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്ക് വണ്ടി ഇല്ലാത്ത പോലെ മറ്റൊരു വണ്ടി പൊട്ടുന്നത് നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് സന്തോഷം തോന്നുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ വണ്ടിയുണ്ട്, അവർ വണ്ടീൻ്റെ ചില്ലും പൊട്ടുകയില്ല. അത് ട്രാഫിക്കിലൊക്കെ കുടുങ്ങി വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് രമേശൻ കോൺട്രാക്ടർ കുടുങ്ങി ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കുടുങ്ങിക്കോട്ടെ. ഇപ്പം നമ്മൾ കുടുങ്ങിയില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം സമരത്തിൽ വേണ്ടെന്നാണ് നമ്മുടെ നിലപാട്. പിന്നെ അത്യാവശ്യത്തിന് ഇവന്മാരൊക്കെ അലവലാദികൾ വിവരമില്ലാത്തവന്മാർ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി 1-2 ഷോ കാണിക്കും. അപ്പോൾ രാജീവ് അത്ര വിഷൻ മുന്നോട്ട് വെക്കുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ പറഞ്ഞു വിചാരിച്ച് രാജീവ് അതിലൊന്നും വീഴുകയില്ല. പിന്നെ രാജീവിന് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വീരല്ലാതെ ജെൻസി പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പോലെ ഈ പറയുന്ന പഞ്ച് ഡയലോഗുകളാണ്. അതിങ്ങനെ അവിടെ മറ്റേ ഈ റീലൊക്കെ ആക്കിയിട്ട് ഓടിക്കും. അതിനുവേണ്ടി രാജീവ് ചിലപ്പം 1-2 ഡയലോഗൊക്കെ കൊടുക്കാറുണ്ട്. അതും വെൽ കാൽക്കുലേറ്റഡാണ്. മുണ്ടുടുക്കാൻ മാത്രമല്ല മടക്കി കുത്താൻ അറിയാൻ രാജീവിനെന്നൊക്കെ ഉള്ളത്. അത്രയേ ഉള്ളൂ. അല്ല ഇതിപ്പോൾ ഓക്കെ, പോസിറ്റീവ് അപ്രോച്ചും പോസിറ്റീവ് പൊളിറ്റിക്സ് ഇതാണ് കേരളത്തിന് വേണ്ടത്. ഞാൻ നിങ്ങളെ പലപ്പോഴും എന്തുകൊണ്ട് ഞാൻ രാജീവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തു. അതായത് ഈ CPM ഉണ്ടാക്കുന്ന ഈ സ്വല്ലം ഒഴിവാക്കണമെങ്കിൽ അവരെ കൊണ്ടേ പറ്റുള്ളൂ. അവരെ കൂട്ടത്തിൽ കുറച്ചൊരു പുതിയ കാലഘട്ടത്തെ പറ്റി ധാരണ, ഒരു മാറ്റം വരണമെന്നൊരു ഫീലും, എന്നാൽ അമ്മമാരെ നിലനിർത്താൻ ശേഷിയുള്ള ഒരേ നേതാവുണ്ട്. BSന് പറ്റില്ല, അത് പിണറായി ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അന്ന് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ രാജീവിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പിണറായി ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തെ കുറച്ചുകൂടി ലോകം കണ്ടിട്ടുള്ള കുറച്ചുകൂടി ആ രീതി ടെക്നിക്കലി എക്സ്പേർട്ടൊക്കെ ആയിട്ടുള്ള ഒരാൾ വേണം. അപ്പോൾ എല്ലാ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഞാൻ നോക്കി രാജീവേ ഉള്ളൂ. ഓക്കെ, നമ്മളെ അണ്ണനുണ്ട് സുരേഷ് ഗോപി, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൂപ്പര് ഒരു മാസുമായിട്ട് മാസിനെ ഇളക്കാനേ പറ്റും. ഈ മാസിനെ എഞ്ചിനീയർ ചെയ്ത് കൊണ്ടുപോകാൻ എത്രത്തോളം പറ്റുമെന്ന് സംശയമുണ്ട്. ഓക്കെ, ആ എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം എന്നാണോ? അതറിയാം. രാജീവിന് എക്സ്പേർട്ടുകളെ വെച്ചാണ് രാജീവിൻ്റെ കളി. ഓരോ മേഖലയിലെ എക്സ്പേർട്ടുകളെ വെച്ചാണ് രാജീവ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾ രാജീവ് അതിലൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്തിനാലും രാജീവ് ഫോക്കസ്ഡാണ്. ഇത് നിങ്ങൾ മഹാഭാരതം കഥ എടുത്തു കഴിഞ്ഞാൽ പാണ്ഡവരെയും കൗരവരെയും വിളിച്ചുകൊണ്ട് ദ്രോണാചാര്യർ ഒരു പരീക്ഷ നടത്തി. ഒരു പക്ഷിയുടെ കഴുത്തിന് അമ്പ് ചെയ്ത് കൊള്ളു. അത് ആദ്യം യുധിഷ്ഠിരനെ വിളിച്ച്, മോനെ യുധിഷ്ഠിര കമാൺ, യുധിഷ്ഠിര നീ എന്തൊക്കെ കാണുന്നു? ഞാൻ ഗുരുവിനെ കാണുന്നു, അനിയന്മാരെ കാണുന്നു, കൗരവരെ കാണുന്നു, ആകാശം കാണുന്നു, അതിൻ്റെ ഇടയ്ക്ക് ആ പക്ഷിയുണ്ട്. അപ്പോൾ അത് ദുര്യോധനെ വിളിച്ചു. നീ എന്തൊക്കെ കാണുന്നു?
നമ്മളെല്ലാവരും കാണുന്നുണ്ട്, പാണ്ഡവർ വെച്ച് എല്ലാവരും കാണുന്നുണ്ട്. മൂപ്പർ അങ്ങനെയാണല്ലോ, ഒരു ആവശ്യമില്ലാത്ത കളിയല്ല, CPM പോലെ ആവശ്യമില്ലാത്ത കളിയല്ല. ആ അവസാനം ഇവന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, അർജുനെ വിളിച്ചു. അപ്പോൾ അർജുനാണല്ലോ ഇങ്ങനെ ഏറ്റവും വിനീത വിധേയനായ ശിഷ്യൻ. എടാ അതിനൊക്കെ വേണം. അതിനും വന്നു. എടാ നീ എന്ത് കാണുന്നു? ഞാൻ ആ പശിയുടെ കഴുത്ത് മാത്രമേ കാണുന്നു, ഷൂട്ടുന്ന ആ പശിയുടെ കഴുത്ത് താഴെ കിടക്കുന്നു. അത് ആ ഫോക്കസ്ഡ് ആയിരിക്കണം. അതുകൊണ്ടല്ല അർജുനെ നിങ്ങൾ വില്ലാളി വീരൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ വന്നപ്പം മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ ബേളക്കടയിൽ രാജീവ് വല്ലതും മിണ്ടുന്നുണ്ട്, അനു ആന്റണി വല്ലതും മിണ്ടുന്നുണ്ട്, ഷോണ് വല്ലതും മിണ്ടുന്നുണ്ട്, സുരേഷ് പൊതുവേ ബേളം ഉണ്ടാക്കുന്ന ആളാണ്, സുരേഷ് വല്ലതും മിണ്ടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോ ജോലി ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു എൻ്റെ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റേ. ഞാൻ കുറേ കാലം ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്കൊന്ന് തിരക്കൊക്കെ ആയതുകൊണ്ട് പറ്റുന്നില്ല. ഞാൻ അവിടെ BJPൻ്റെ മെമ്പറിൻ്റെ അടുത്ത് സുഹൃത്താണ്. അവരൊന്ന് മേടിച്ചിട്ടുണ്ട്. അതിന് ഓരോ ഇലക്ഷൻ്റെ വോട്ട് ചേർക്കൽ കഴിഞ്ഞു. ഇന്നാൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നമ്മളെ സുരേഷിൻ്റെ അനിയനൊക്കെ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ടല്ല എന്നോട് സാധ്യത അയച്ചിരുന്നു. ഞാൻ തിരക്കിനെ വിട്ടു. അപ്പം ആദ്യം കൊണ്ട് മെമ്പർ അതിൽ സാധനം ഉണ്ട്, ഫോണിലുണ്ടെന്ന് തോന്നുന്നു. ഒച്ച എന്നോട് സാർ ഒരു കോള് വരും, വന്നപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ. എന്നാലും എനിക്ക് അയച്ചു തന്നു. എൻ്റെ എൻറോൾ ചെയ്തു എൻ്റെ പേര് തിരുവനന്തപുരത്ത്. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചത്? രാജീവ് പണിയെടുപ്പിച്ചു. ഇത് കൊടുത്ത് ഇത്ര ആളുകളെ നിങ്ങൾ ചേർത്തിരിക്കണം, ഓരോരുത്തന്മാർക്കും കൃത്യമായ ടാർഗറ്റ് കൊടുത്തു. അത് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ? ഇത് നിങ്ങളറിഞ്ഞു? ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അറിഞ്ഞത്? അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അപ്പം മറ്റേ സുമോദൻ്റെ തിരക്കിൻ്റെ ഇടയിൽ സുമോദ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അത് അങ്ങനെ സംഭവം കൂടി വരും, ടാർഗറ്റ് വരുമ്പോഴാണ് ആ രീതിയിൽ. സുമോദാണ് ഞങ്ങൾ നന്നായി ചെയ്യുന്ന പയ്യനാണ്. അപ്പം ഈ ടാർഗറ്റ് കൂടി വരുമ്പോൾ അത് കൂടുതൽ ഫോക്കസ്ഡ് ആവും. ഓക്കെ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ആ റിസൾട്ട് സോഫ അങ്ങനെ നോക്കുമ്പോൾ റിസൾട്ട് അതാണ് പലർക്കും ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞു കൂടി ജഡത്തം പിടിച്ച് വെക്കുകയല്ലേ. ഈ കേന്ദ്രത്തിൽ ഭരണം വന്നതിന് മോഡിൻ്റെ ചിലവിൽ നല്ല കുശാലാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളകുമുണ്ടാകുന്നൊരു പ്രോബ്ലമാണ്. ഓക്കെ. അതായത് ഈ നേതാക്കളൊക്കെ പറയുന്നത് വർക്ക് കൂടുതലാണെന്നാണ്. വർക്ക് കൂടുതലല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് എഴുന്നേറ്റ് ഞണ്ണാള പരിപാടിയാണ് രാഷ്ട്രീയം. അല്ലാതെ തന്നെ രാഷ്ട്രീയം കുറേ അലവലാദികൾ കൈയടക്കിയിരിക്കുകയാണ്. കൊള്ളാവുന്ന രാഷ്ട്രീയത്തിൽ വരുന്നില്ല. ലിയോൻ്റെ മോനോട് ചോദിച്ചു അതിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നേരും നിറയുള്ള പിള്ളേരാണ്, പണ്ടത്തെ പോലല്ല. അവരെ സംബന്ധിച്ചുള്ള ഉടായ്പിനൊന്നും അവരെ കിട്ടില്ല. ഇവന്മാർക്ക് ഉടായ്പുള്ള ആളുകളെ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ സാഹചര്യം അവർ പൊക്കി വിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം വേസ്റ്റാകുമ്പോൾ സമൂഹം വേസ്റ്റാവും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നല്ല രാഷ്ട്രീയക്കാരെല്ലാം രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഗുണം സമൂഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോക്ക് വേണം. കൊള്ളാവുന്നതിന് രാഷ്ട്രീയത്തിൽ വരണം, കൊള്ളാവുന്നതിന് സിനിമയിൽ വരണം എന്ന് പറയുന്ന പോലെ. ഇപ്പം കൊള്ളാവുന്ന പിള്ളേരൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. മുമ്പ് സിനിമയിൽ കൊള്ളാവുന്ന പിള്ളേർ പൊതുവേ വരില്ലായിരുന്നു. കാരണം വെച്ചാൽ അത് വേറൊരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സിനിമ ആസ്വദിക്കും, പോയില്ലായിരുന്നു. പക്ഷേ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ രാഷ്ട്രീയത്തിനും കൊള്ളാവുന്ന പിള്ളേർ വരണം. അവർക്ക് മറ്റു ടാർഗറ്റുകളൊന്നും ഉണ്ടാവില്ല. അവർക്ക് മനുഷ്യ സഹജീവികൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണമെന്നുള്ളൂ. അത് വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ വരണം. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവർക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സോഫ കഴിയുന്നത്. എൻ്റെ അനുഭവത്തിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം, കാരണം രണ്ട് കൾച്ചറലാണല്ലോ. പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വർക്ക് കൾച്ചറും വ്യത്യസ്തമാണ്, കേരളത്തിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ ആ ഒരു കൾച്ചർ ഡിഫറൻസ് ഒരു സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു 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 ഉരസൽ. അങ്ങനല്ലേ ജനങ്ങളുടെ ഒരു ശീലം. ജനങ്ങളിത് ഈ വളരെ കേരളത്തിൽ മാറ്റങ്ങൾ എടുത്ത് വളരെ സൈലൻറ്റ് സ്പെക്ടേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു 2-5% വരെ വോട്ടേഴ്സാണ്. അവരിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്, എവിടെ നടക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഫെഡപ്പാണ് ഈ ബസ്സും സമരവും ആദ്യം ഇതൊന്നും വല്ലതും നടക്കും, ഒന്നും നടക്കുകയില്ല. അങ്ങനെയാണ് കഴിഞ്ഞ സമയത്തല്ലേ ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് വന്നവിടെ പ്രശ്നം വന്നത്. അപ്പോൾ പിണറായി രാജിയൊക്കെ ഉണ്ടായിരുന്നു, തിരിച്ചു വരാൻ പാടില്ലായിരുന്നല്ലോ. അതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നാട്ടുകാർക്കെല്ലാം വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അവരെ പോയി നോക്കുന്നത് കുറച്ചുകൂടി ഇൻ്റലക്ച്വലാണ് ഇപ്പോൾ നമ്മുടെ ആളുകൾ. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഒരു നാട്ടുകാരെ ശല്യപ്പെടുത്താതെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത് രാജീവിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് എപ്പോഴും സമരം കാണണം. ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇലക്ട്രിഫൈ ചെയ്ത പോലെ സംസാരിക്കുന്ന ആൾ, അവർക്ക് തെരുവുകൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളണം. അല്ലേ? ഓക്കെ. അതായത് പലരും ചോദിക്കുന്നതാണ് ഈ പ്രതിപക്ഷം ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കും. എന്തിന്? മര്യാദയ്ക്ക് സ്കൂട്ടർ ഓടിച്ചു പോണ്ടേ? ഈ സമരം ഉണ്ടാക്കി എന്തോ സംഭവിക്കാനാ? ഈ സമരം ഉണ്ടാക്കി പണ്ടൊക്കെ സമരം ഉണ്ടെങ്കിലേ നടക്കുള്ളായിരുന്നു. ഇപ്പം അത് വേണ്ട. നമുക്ക് ഭരണകൂടത്തിന് എത്തിക്കാൻ ബിനു വിജയോണ്ട് ഒരു ഒറ്റ ചർച്ച മതി. അത് ഇഷ്ടമല്ലാതെ ഏഷ്യാനെറ്റ് എങ്ങനെ CPM കണ്ടില്ല ഒന്നാമത് വരുമോ കേരളത്തിൽ? എത്ര CPM ഈ ബിനു വിജയോട് എങ്ങനെ ഈ ഒന്നാമത് ചർച്ചക്കാരനാവുന്നത്? ബിനു നിഷ്പക്ഷമായിട്ട് കടിച്ചു. അത് ബിനുവിനെ എതിർക്കുന്ന ഒരു ഈ സാധനം കാണുന്നുണ്ട്. അപ്പോൾ ബിനു അതിൻ്റെ കാര്യം ഉണ്ടെന്ന് അവരത് അംഗീകരിക്കുന്ന നടപ്പില്ല. പക്ഷേ ബിനുവിന് അതിൻ്റെ ക്രെഡിറ്റും കൊടുക്കില്ല, അവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ഇവരെ കാണുമ്പോൾ അയ്യോ ഒരാൾ ഇങ്ങനെ വന്ന് നടക്കുന്നവർ ഇവർക്ക് പുച്ഛമാണ്. ഞാൻ സീരിയസ്ലി ടേക്ക് ഇറ്റ് ഫ്രം മീ. അങ്ങനെ നടക്കുന്നവർ അവർക്ക് പുച്ഛമാണ്. നിഷ്പക്ഷമായ കാര്യങ്ങൾ കൃത്യമായി പറയുന്ന ആളുകളോട് അവർക്ക് ഉള്ളിൽ ബഹുമാനമാണ്. അവരെയാണ് അവർ എന്തെങ്കിലും കൺസിഡർ ചെയ്യുന്നത്. മറ്റേത് എന്തോ കാര്യത്തിലുണ്ട് നമ്മളെക്കാട്ട് അലവലാതെയൊന്നും. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ NSSൻ്റെ ഒരു വിഷയം വന്നു. NSS
ഇതുവരെ തുടർച്ചയായിട്ട് UDF-നൊപ്പമാണ് നിന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ഉറച്ചു നിന്നു, തുറന്നു വിമർശിച്ചിരുന്നു LDF-നെയും മറ്റുമൊക്കെ തന്നെ. ഇപ്പോൾ ഒറ്റയടിക്ക് NSS ജനറൽ സെക്രട്ടറി LDF-ലേക്ക് പോവുകയാണ്. LDF-ന് അനുകൂലിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ മറുവശം എല്ലാവരും ആശങ്കയിലാണ്. ഈ ആശങ്ക BJP-യെ ബാധിക്കുമോ? കാരണം അവർക്ക് ഹിന്ദു വോട്ടാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഒപ്പം തന്നെ കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ വേണം അവർക്ക്. ഒന്നാമത്തെ കാര്യം NSSൻ്റെ നിലപാട് എന്ന് വെച്ചാൽ വളരെ കൃത്യമായ നിലപാടാണ്. അതെന്ന് വെച്ചാൽ അവർ ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അവരുടെ സോക്കോൾഡ് പ്രോഗ്രസീവ് നിലപാടിൽ നിന്ന് ഇപ്പം മാറി എന്നുള്ളതാണ്. അതിനൊരു ഗുണം എന്ത്, അപ്പം പിന്നെന്തിനാണ് NSS വെറുതെ മസിൽ പിടിക്കുന്നത്? NSS ഈ സമൂഹത്തിലെ വലിയൊരു കമ്മ്യൂണിറ്റി എന്ന ആ കമ്മ്യൂണിറ്റിയിലെ വലിയൊരു വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയ വലിയ സംഘടനയാണ്. അപ്പോൾ ഗവൺമെൻറ് വെറുതെ മസിൽ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ? അല്ലെങ്കിൽ എല്ലാ കാലത്തും LDF പിന്നെ ഇടതുപക്ഷത്തെ ശത്രുക്കളായിരിക്കണം? അല്ല, 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരുന്നത് ഈ സംഘടനയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. സമ്മതിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പല ഘട്ടങ്ങളിലും അപ്പോൾ ആൻ്റണിയുടെ സമയത്ത് LDF-ന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. കഴിഞ്ഞ 2016 ഇലക്ഷനിൽ പിണറായിക്ക് അനുകൂലമായ നിലപാടാണ് സെൻട്രൽ ട്രാവൻകൂറിൽ പല മണ്ഡലങ്ങളും എടുത്തത്. അപ്പോൾ ഇത് പുതിയ കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് ഇവർ ശബരിമല തോന്നിയാസം കാണിച്ചോണ്ടല്ലേ. ശബരിമല ഒന്ന് ആഞ്ഞ് രാഷ്ട്രീയക്കാർക്ക് അറിയാലോ എങ്ങനെ താളത്തിലൊക്കെ. ആ ഒരു വിഷയത്തിൽ എനിക്കിപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാടിൽ ഏത് തരത്തിലുള്ള തിരികെ പോക്കാണ്? ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് ആഗോള ഇപ്പം പെണ്ണുങ്ങൾ കയറുന്നുണ്ടോ? വേണമെങ്കിൽ കയറ്റാം, സർക്കാരിന് തീരുമാനിക്കാം. അതൊക്കെ വന്ന് വേണ്ട താല്പര്യമില്ല. പിന്നെ ഒരു കയറ്റിയതിന്റെ ഒരു ക്ഷീണം ഇപ്പോഴും തന്നെ പറഞ്ഞത് അന്നല്ല NSS മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തത് ഈ കാരണവന്മാർ പറയുന്നത് കേൾക്കണമെന്ന്. കാരണന്മാർ അതിന് ഈ മണ്ടന്മാർ ബുദ്ധിജീവികൾ അതിന് കേട്ടാൽ പലതും സംഭവിക്കും. അതാണ് സംഭവിച്ചത്. പിണറായിക്ക് ആകപ്പാട് ഒറ്റ ഡെൻ്റെ സംഭവിച്ചിട്ടുള്ളൂ. അത് ശബരിമലയായിരുന്നു. അത് മൂപ്പര് തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കേസ് വിധി പറ്റേക്ക് ഒരു അഫിഡവിറ്റ് കൊടുത്തില്ല. അതിൽ സംസ്ഥാന ഗവൺമെൻറ് എന്താ വന്നിരിക്കുന്നത്? ആചാരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അനിൽകുമാർ അനിൽകുമാറാണെന്നല്ലേ CPM നേതാവ്. അപ്പോൾ അങ്ങനെ വക്കീലും കൂടിയാണ്. അപ്പോൾ ഇപ്പം വേണമെങ്കിൽ കയറ്റാം ഗവൺമെൻറ്റിന്, പക്ഷേ വേണ്ടാന്നാണ് തീരുമാനം. അപ്പോൾ ആരാണ് ആ സ്റ്റാൻഡ് പണ്ടേ ഉറച്ചു നിന്നത്? അത് പിന്നെ NSS ആണ്. അപ്പോൾ NSS അങ്ങനെ ഉറച്ചു നിന്ന ആ സ്റ്റാൻഡിലേക്ക് LDF പിന്നെ CPM ആ നിലപാടെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ് ആ നിലപാടെടുക്കും. പിന്നെ എന്തിനാണ് വെറുതെ മസിൽ പിടിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും NSS അങ്ങനെ മസിൽ പിടിച്ച് NSSനെ പ്രമാണിയായിട്ട് കുറച്ച് വയറൊക്കെ ചാടി അപ്പൂപ്പന്മാർ പണ്ടത്തെ അരിസ്റ്റോക്രാറ്റ്സ് ആയിട്ട് ചിത്രീകരിക്കണം. സുമാദാസ് സാധാരണ നല്ല ശരീരവും നല്ല ആരോഗ്യമൊക്കെ ഉള്ള മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ചിത്രം കിട്ടുന്നില്ല. നിലപാടിൻ്റെ കാര്യത്തിൽ എന്താ? നിലപാടിൻ്റെ അന്നും ഇന്നും കൃത്യമായി നമ്മുടെ സമൂഹമായി ചേർന്ന് നിൽക്കുന്ന പ്രോഗ്രസീവായിട്ടുള്ളൊരു നിലപാടാണ് NSS എടുത്തത്. അതിന് ആ ഭാഗത്തേക്ക് ഗവൺമെൻറ് വന്നപ്പോൾ പിന്നെ എന്തിനാ NSS വെറുതെ മത്സരിക്കുന്നത്? നിങ്ങളെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരും അതേപോലെ തന്നെ സുമാൻ നായർ ഒന്നും ആടാത്താണ് നിങ്ങളെ പ്രശ്നം. ഇനി അടുത്ത് നിങ്ങളെ വെള്ളാപ്പള്ളിയായിട്ട് നിങ്ങളെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മൂപ്പര് ഓരോന്ന് പറയൂ. മൂപ്പര് നിങ്ങൾക്ക് കിട്ടുന്നു കൊളത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് മൂപ്പരെ ഇഷ്ടമല്ല. അല്ല, ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ജെന്യൂനായിട്ടുള്ള കാര്യം അതിന് അതായത് ഈ ആയിരക്കണക്കിന് ഭക്തർക്കെതിരെയാണ് കേസെടുത്തത്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ റാലികളിലും അക്രമങ്ങൾ പങ്കെടുക്കാത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിൻവലിച്ചോന്ന് എനിക്കറിയില്ല. പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ അത് പിൻവലിച്ചോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പിൻവലിച്ചോളൂ. പക്ഷേ വെറുതെ കേസെടുക്കുന്ന ഗവൺമെൻറ് ആവശ്യമില്ല. താല്പര്യമില്ല. വെറുതെ കേസെടുക്കുന്ന പിണറായിന് ഇതുവരെ മനസ്സിലായില്ലേ? മൂപ്പര് ഇത്തരം കാര്യങ്ങൾ ആവശ്യമില്ലാതെ മത്സരിപ്പിക്കുന്നു നോക്കുന്നുണ്ടോ? അത് മൂപ്പര് ഇപ്പോൾ ഒഴിവാക്കി കൊടുക്കും. ഒഴിവാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒഴിവാക്കി കൊടുത്തില്ലേ ഒഴിവാക്കി കൊടുക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഈ പിണറായി ഹൈലി പ്രാക്ടിക്കലാണ്. നിങ്ങൾ വെറുതെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അന്ന് ഏതൊരു ബുദ്ധിജീവി താടി വെച്ച് നാളെ പോയിട്ട് ഉപദേശം എടുത്താന്ന് തോന്നുന്നു. ഈ നിങ്ങളടുത്ത് ആരാണ് ഗുരുവാക്കുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് പൊതുവേ കേൾക്കാറില്ല. അന്നത്തെ സാഹചര്യം എന്തോ കേട്ടു പോയിട്ടുണ്ട്. അതാണ് അന്ന് സംഭവിച്ചത്. അന്ന് ഇത്രയും ചെയ്തു. ഓക്കെ, പക്ഷേ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ SNDP ആണെങ്കിലും NSS ആണെങ്കിലും കേരളത്തിലെ വലിയ സാമുദായിക സംഘടനകളാണ്. അവർക്ക് കൃത്യമായ സേ ഉണ്ട്. ഓക്കെ, എല്ലാവരും ചോദിച്ചു ചോദിക്കാം. നിങ്ങൾ ചോദ്യം അത് പറ്റേ. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ബാക്കിയെന്ന് വെച്ചാൽ BJPക്ക് ഈ ധ്രുവീകരണം ഗുണം ചെയ്യുമെന്ന്. അതെ, നിങ്ങൾ പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ സർജിക്കൽ പിന്നെ ഉണ്ണി ബാലകൃഷ്ണൻ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മോഡി വിരോധി ഉണ്ടല്ലോ, ഉണ്ണി ബാലകൃഷ്ണൻ. ഉണ്ണീൻ്റെ പരിപാടി ഉണ്ടല്ലോ. ഉണ്ണി പറഞ്ഞൊരു കാര്യം, ഇത് BJPക്കാണ് ഗുണം ചെയ്യാന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഉണ്ണിയുടെ വ്യാഖ്യാനം ഈ ഉണ്ണീനെ പോലുള്ള ആളുകൾ പൊതുവെ കോട്ട് ചെയ്യല്ല. കോട്ട് ചെയ്യുമ്പോൾ വലിയ EMS നായനാന്നൊക്കെ പറഞ്ഞ് കൂട്ടി. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണീനെ കോട്ട് ചെയ്യുന്നത്. ഉണ്ണി പറഞ്ഞൊരു കാര്യം എനിക്ക് ലോജിക്കലായി തോന്നുന്നത്, ഇപ്പോഴും വെള്ളാപ്പള്ളി BJPൻ്റെ ഒരു കൺട്രോളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF-നെ അങ്ങനെ അടുപ്പിക്കുന്നില്ല. ഇനി NSS ആണ് ഈ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്ത് UDF-ആയിട്ട് ചേർന്ന് നിന്നത്. NSS ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് സെൻട്രൽ ട്രാവൻകൂറിലെ മണ്ഡലങ്ങളിലാണ്.
ഈ മണ്ഡലങ്ങളിൽ NSS തീരുമാനിക്കാൻ പറ്റും. ഒരു ടൈറ്റ് ഫൈറ്റ് എടുക്കുമ്പോൾ അവർക്ക് NSS എന്ന സംഘടനയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന 1/3 നായക വോട്ട്, കരയോ നായന്മാരുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര് ജയിക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റും. അവിടെ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് വരേണ്ടത്. ബാക്കി മലബാറൊക്കെ ലീഗ് നോക്കിക്കോളും. അവിടെയാണ് UDF ഉറപ്പിച്ച് ടേക്കൺ ഫോർ ഗ്രാൻഡായി UDF കണ്ടിരുന്ന ഈ സാധനങ്ങളിൽ എന്താണ് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നൊരു ഫീല് വന്നു. NSS നിലപാടിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് ഫീല് വന്നു. NSS പറഞ്ഞിട്ടില്ല. NSS പറഞ്ഞ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. ഞങ്ങൾ ശരിദൂരത്തിലേക്ക് പോയിട്ടില്ല, സമദൂരത്ത് തന്നെയാണ്. ആ ശരിദൂരം ഇലക്ഷന് മുമ്പേ എടുക്കുകയുള്ളൂ. NSS ക്ലിയർ ചെയ്തില്ല. എങ്കിലും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മാറ്റത്തിനുള്ള സാധ്യത NSS ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാറ്റത്തിനുള്ള സാധ്യത. അപ്പോൾ എന്താ സംഭവിക്കുക? കോൺഗ്രസ് പിന്നെയും പ്രതിപക്ഷത്തിരിക്കും, നിത്യനിദാന പ്രതിപക്ഷം. അപ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ കോൺഗ്രസ് ഉള്ള നായന്മാരുടെ എണ്ണം ഇപ്പോൾ സാച്ചുറേഷൻ പോയിന്റില്ല. കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ എത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അതും കടന്ന് കോൺഗ്രസ്സുകാരായ നായന്മാർ അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? BJP കൂടുതൽ ശക്തിപ്പെടും. BJPയുടെ പ്ലാൻ ഇപ്പം പലരും പറയുന്നുണ്ട് BJP RSS BJP നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവരുടെ പ്ലാൻ 50-100 വർഷക്കാണ്. ഇതൊക്കെ ആദ്യം പറഞ്ഞത് നമ്മളല്ലേ. പൂരത്തും ഒരു പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവരുന്നത് മണ്ടന്മാർ. അപ്പോൾ ഇവരുടെ പ്ലാൻ BJPൻ്റെ ഒരു 10 വർഷത്തെ പ്ലാനാണ്. അപ്പം കോൺഗ്രസ് ഇല്ലാതായി. പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇത്തവണ 5-10 സീറ്റ് പിടിക്കുക, പിന്നെ അടുത്ത പ്രതിപക്ഷമാവുക, പിന്നെ അടുത്ത തവണ അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ. അപ്പം CPM ബംഗാൾ പോലെ നശിക്കുമെന്നാണ്. പക്ഷേ ബംഗാൾ പോലെ CPM നശിച്ചു എന്ന് വിചാരിക്കേണ്ട. ഇവിടെ ഈ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ വീഴ്ചകളിൽ നിന്ന് പാഠം കൂടി ഉൾക്കൊള്ളും. ഈ പിണറായി വിജയൻ നല്ല രീതിയിൽ അങ്ങ് ഭരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ CPM നല്ല രീതിയിൽ ഭരിച്ചു പോയി കഴിഞ്ഞാൽ ആ രീതി നശിക്കുമെന്ന് വിചാരിക്കേണ്ട. അതാണ് ഇപ്പോൾ BJPയുടെ പ്ലാൻ. നശിക്കാൻ വല്ല പണി അവർ ഒപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. അതാണ് BJPയുടെ പ്ലാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിലപാട് നിങ്ങൾ ഈ ഇലക്ഷൻ നോക്കില്ല. RSS BJPനോടും കളിക്കുമ്പോൾ ഒരേ ഇലക്ഷൻ നോക്കില്ല. എന്നാൽ CPMനോടും കോൺഗ്രസിനോടും കളിക്കുമ്പോൾ ഒരേ ഇലക്ഷൻ നോക്കിയോ. അതും 2011 ഇലക്ഷനിൽ നിങ്ങൾ CPMലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒഫീഷ്യലി ഇല്ല, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. സുഖമായിട്ട് 100 സീറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം? ഇതിന് ഗുണം കിട്ടാൻ പോകുന്ന ആർക്കാണ്? BJP. നിങ്ങൾ അങ്ങനെ കാണുന്നത്, നിങ്ങൾ ഈ ചെറിയ വട്ടത്തിൽ നിന്ന്. ഓക്കെ, ശരിയാണ്. ഈ 0 നിന്നും 5-ലേക്കോ 10-ലേക്കോ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടം തന്നെയാണ്. അവരുടെ ഒരു വോട്ട് ഷെയർ 7 വോട്ട്. ഞാൻ 4 വോട്ടാവുന്നു. 7 വോട്ട് പുതിയ പയ്യന്മാർക്ക് അങ്ങനെ വലിയ മോൻ ഉൾപ്പെടെ അങ്ങനെ വലിയ ആശയമൊന്നുമില്ല. അവന് കാര്യങ്ങൾ കഴിയുന്ന അവൻ വോട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ 7 ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരിക്കുന്ന സ്വഭാവം കമ്മ്യൂണിസ്റ്റുകാർക്കും, നായന്മാരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരിക്കും കോൺഗ്രസിനുണ്ട്. നമ്മളൊക്കെ ഇപ്പം ക്രിസ്ത്യാനികളെ കണ്ടു പഠിച്ചിട്ടുണ്ട്. അത് നമ്മളെ സൗകര്യത്തിന് നമുക്ക് ഗുണം ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഈ നിങ്ങളങ്ങനെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഇവിടെ ഹിന്ദു സമുദായത്തിൽ 2 മുന്നണികളായി ചേർന്ന് അങ്ങനെ കീശയിൽ വെക്കാമെന്ന് വിചാരിക്കേണ്ട. ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ക്രിസ്ത്യാനികളാണ് ഇതിൽ നമ്മളൊക്കെ ഗുരു. മുസ്ലിംസ് ഇപ്പോൾ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ലീഗിൻ്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട്, പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ അത്രത്തോളം അത് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ എസ്പെഷ്യലി ബിലോ 30 നിങ്ങൾ അങ്ങനെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയി എടുക്കണ്ട. സോ അവർ ഒരു മാറ്റി വോട്ട് ചെയ്യുന്ന ഞാൻ രീതിയിലേക്ക് നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ പറയുന്നത് ഈ BJP എന്താണ്? സവർണ പാർട്ടി. സവർണ ഞാൻ അങ്ങനെ പറയുന്നില്ല. അല്ല, അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത്. സവർണ പാർട്ടി മാത്രമല്ല OBCക്കാരും ഇപ്പോൾ OBCക്കാരെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ പാർട്ടി ഭരിക്കുന്നത്. അങ്ങനെ ഞാൻ കാര്യം ചെയ്യും. വളരെ സിമ്പിൾ ചോദ്യമാണ്. സവർണനായ ഒരു ഹിന്ദുവിനും OBC ആയ ഒരു ഹിന്ദുവിനും BJP എന്തിനാണ് പേടിക്കേണ്ടത്? അവർക്ക് പാകിസ്ഥാനിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിതൊക്കെയാണല്ലോ പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ ഇവിടെ നോർത്ത് ഈസ്റ്റിൽ അവർ ബീഫ് കഴിക്കുന്നതിനെതിരല്ല, കേരളത്തിൽ അവർ ബീഫ് കഴിക്കുന്നതിനെതിരല്ല. അപ്പോൾ അതൊക്കെ അവന്മാർ മാറ്റിയിട്ടുണ്ട്. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ അവർക്ക് എന്താണ് BJP എന്ന പ്രശ്നം? BJP എന്ന പ്രശ്നം മുസ്ലിങ്ങളും ക്രിസ്ത്യാനിക്കും അല്ലേ. പിന്നെ ക്രിസ്ത്യാനിയൊക്കെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമാണ്. അവരെ തൊട്ടാൽ വിരോധം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടല്ല അവർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. മുസ്ലിംസിനല്ലേ പ്രശ്നമുള്ളൂ. 25% മുസ്ലിംസ് അല്ലെ 30% മുസ്ലിംസ് എന്തോന്ന് ചെയ്യാൻ? അതിൽ തന്നെ എല്ലാവരും അവർ ഈ ജമാഅത്ത് ഇസ്ലാമി അറിയുന്നതൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ പറയുന്ന സവർണ സംഘടന OBC മോഡി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ തിരിച്ച് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കൾ അങ്ങോട്ട് തീരുമാനിക്കുക. അതാ ശരി. അങ്ങനെ നിങ്ങൾ നമുക്കല്ലേ ഗുണമുള്ളത്. നിങ്ങൾ പറയുന്നത് ഓക്കെ. അപ്പോൾ നിങ്ങളെ കാര്യം പരിഗണിക്കണം, ഞങ്ങളെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കല്ലേ ഗുണം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് BJPക്ക് വോട്ട് ചെയ്തപ്പോൾ ജനങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഉത്തരേന്ത്യ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഗതിയിലേക്ക് മലയാളി യുവത വന്നു എന്നാണ് പറയുന്നത്. വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിണറായി സുഖം അങ്ങനെയല്ലേ. അവർക്ക് വേണ്ട സാധനം ഫോണ്, കോൾ വിത്ത് മുഖ്യമന്ത്രി എന്ന പരിപാടി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മോഡി അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ പിണറായി സ്കോർ ചെയ്യുന്നത്. അപ്പം ഓക്കെ, മോദി വലിയ ഒരു എന്താണ് ആകർഷണ വലയം തീർത്തിട്ടുണ്ട്. ആ ഒരു കാര്യം മോഡി ഒരു സൂര്യനാണ്, പിണറായി ഒരു ചന്ദ്രനാണ്. ഇവരുടെ ആകർഷവലം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയമൊന്നുമല്ല. ഇതിനപ്പുറത്ത് വ്യക്തിപ്രഭാവമാണ് വലിയൊരു ഘടകം. ഓക്കെ, പക്ഷേ ആ സൂര്യൻ്റെ വ്യക്തിപ്രഭാവം
രാജീവ് ചന്ദ്രശേഖറിന് ഗുണം ചെയ്യുമെന്ന്? അത് ഗുണം ചെയ്യുന്നുണ്ട്. ആ സൂര്യൻ എന്നുള്ള റിഫ്ലക്ഷൻ, ആ പ്രകാശരശ്മികളെ കൃത്യമായി ഇവിടെ പതിപ്പിക്കാൻ, അതായത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൃത്യമായി പതിപ്പിക്കാൻ ശേഷിയുള്ള ആളാണ് രാജീവ് എന്ന് തോന്നൽ നാട്ടുകാർക്കുണ്ട്. ഓക്കെ. കാരണം ഇപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, പല കേന്ദ്ര പദ്ധതികളും ഇവിടെ വരുമ്പോൾ പേര് മാറുന്നു, അല്ലെങ്കിൽ അത് കേരളത്തിലേക്ക് എത്തിക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല. കാരണം അല്ല, ഒരു കാര്യം വെച്ചാൽ തെരഞ്ഞെടുപ്പ് അതൊക്കെ തന്ത്രത്തിന്റെ ഭാഗം. അല്ല, ഇതൊക്കെ ഇവർ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന, പക്ഷേ പിണറായി അത്രയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായിയെ സംബന്ധിച്ച് അതെങ്ങനെ ഇവിടെ ഗുണകരമാക്കി മാറ്റാന്നുള്ള ചിന്ത പിണറായിക്കുണ്ട്. അതൊക്കെ മോഡി ചെയ്തിട്ടുണ്ട്. UPA കൊടുത്ത പല കാര്യങ്ങളും അവിടെ നടപ്പിലാക്കിയിട്ടില്ല. മൈനോറിറ്റി സ്കോളർഷിപ്പ് അങ്ങനെയുള്ള പല കാര്യം അത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. അത് വിടാം നമുക്ക്. പക്ഷേ ജനങ്ങളിപ്പം ചിന്തിക്കുന്നത് വെച്ചാൽ അവർക്ക് എന്ത് ഗുണം കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇനിയിപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കീഴിൽ ഇത്തരത്തിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവിടുത്തെ BJP തയ്യാറാകും എന്നാണ് തോന്നുന്നത്, അല്ലേ? അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ല, സാധാരണക്കാരെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്യാനും അവരുടെ അധികാരത്തിലേറ്റാൻ തയ്യാറാണ്. പക്ഷേ ഇടനിലക്കാരായ കുറച്ച് ആളുകളുണ്ടല്ലോ, ഇൻ ബിറ്റ്വീനുള്ള, ഇവർ സാധാരണക്കാരെ നേതാക്കന്മാരെ കണക്ട് ചെയ്യുന്നത്, അവരുടെ നിലപാട് എന്താവുമെന്ന് മനസ്സിലാക്കണം. പക്ഷേ അവർ ഈ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ദോഷം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സെൻട്രൽ BJPയുടെ ഇപ്പോൾ അമിത്ഷാ മോഡി BJPയുടെ സ്വഭാവം വെച്ചിട്ട് അത് ഇവർക്ക് ബൗൺസ് ബാക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പണി ഇവർ ഒപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്കും അറിയാം. അങ്ങനെ ഒരു പണി അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കിടന്ന് മനസ്സിൽ കിടന്ന വേറൊരു വിഭാഗം. പക്ഷേ അതിൽ തന്നെ പഴയ ഒഫീഷ്യൽ BJPയിൽ പണ്ട് 2 പക്ഷങ്ങളുണ്ടായിരുന്നല്ലോ. ഒന്ന് കൃഷ്ണദാസ് പക്ഷം, ഒന്ന് സുരേന്ദ്രൻ മുരളീധരൻ പക്ഷം. ഇതിൽ ഏതാണ്ട് പകുതിയോളം വരുന്ന ഈ കൃഷ്ണദാസ് പക്ഷം എന്തിനായാലും രാജീവിന് സപ്പോർട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റവരാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ. പക്ഷേ അതും ഇതൊക്കെ ആഫ്റ്റർ ഓൾ അധികാരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് മാറും. അധികാരം ആരെ കയ്യിൽ വരുന്നു എന്നുള്ളതിന് അനുസരിച്ച് മാറും. ഇപ്പം ലീഡർ ആരായിരുന്നു, ലീഡറായി അധികാരം പോയപ്പോൾ പിന്നെ ഗ്രൂപ്പ് ഇല്ലാതെ ഉമ്മൻചാണ്ടി സാർ ആരായിരുന്നു, അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഗ്രൂപ്പാണ് സ്ട്രോങ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ ഫൈനലി RSSൻ്റെ സേനുണ്ട്. RSS വിചാരിച്ചിരുന്ന കഴിഞ്ഞാൽ രാജീവിനോട് ജയിപ്പിക്കുകയായിരുന്നു. അതൊരു ഇങ്ങനൊരു RSS ഉണ്ട് അവിടെ കോർ വോട്ടിൽ. അത് ശ്രദ്ധിക്കണം. അവിടെ അതുകൊണ്ടാണ് മാഷ പിടിച്ച് രാജ്യസഭയിൽ അയച്ചു, സാധാരണ മാഷ. ഇനി നമ്മളെ ഇങ്ങേരെ ഇവിടെ നിന്ന് ജയിപ്പിച്ചു, നമ്മളൊറ്റ നിന്നിട്ട് കുമ്മനത്തിനെ ഒന്ന് ജയിപ്പിച്ചെടുത്ത RSS ഹാപ്പി ആയിരിക്കും. ഓക്കെ. അല്ല, ഇപ്പോൾ RSSും രാജീവ് ചന്ദ്രശേഖർ തമ്മിലുള്ള ഒരു നീക്കുപോക്കുകൾ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് അത് ഒരു സ്മൂത്തായി വരുന്നുണ്ട് എന്നാണ്. രാജീവ് അത് അങ്ങനല്ലേ ചെയ്യുള്ളൂ. ഈ സാസ്ട്രോ ബിസിനസ് മാൻ. ഈ രാഷ്ട്രീയക്കാരെ പോലെ ചെറിയ ലോകം കാണുന്നതല്ല, പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് അവർ ചെയ്യുള്ളൂ. അത് ചെയ്യുന്നുണ്ട്. അപ്പം രാജീവ് പ്ലസ് RSS അല്ലാതെ ഇവിടെ വന്ന് കാര്യങ്ങൾ വരണം. ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ 2 കാര്യം, ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞതിന് ഉത്തരേന്ത്യ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും, കുരിശ് നിരോധിക്കും എന്നൊക്കെ പറയാമെന്നായിരിക്കും ചില വർഗീയവാദികളായ BJPക്കാർ RSSകാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരിക്കലും ഇവിടെ നിലം തൊടില്ല. മാത്രമല്ല, ഇപ്പോൾ അത് സത്സംഗ ചാരകമൊക്കെ പറയുന്നതിനെതിരുമാണ്. അത് BJPയെ ഫാസിസ്റ്റ് എന്ന്, RSSനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന സ്വഭാവങ്ങൾ ഉയർത്തി കാണിക്കുന്നതാണ്. അത് ആ സ്വഭാവം മുമ്പ് അവർക്ക് ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അത് അന്നത്തെ കോണ്ടക്സ്റ്റാണ്. കോണ്ടക്സ്റ്റ് മാറി, അവരുടെ ക്യാരക്ടറും മാറി. പക്ഷേ ഇപ്പോൾ താഴെത്തട്ടിലുള്ളവന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല. അവർക്ക് 2 മേത്തന്മാരെ കുറ്റം പറഞ്ഞാലും 2 നസാണികളെ കുറ്റം പറഞ്ഞാലും സമാധാനമാകുമെന്ന് വെച്ചാൽ അത് മാനസിക രോഗമാണ്. കൂടെ സുമാന്താൻ സാറിനെ വെള്ളാപ്പള്ളിയിലും കൂടി പോയി, ഇവന്മാരെ താളത്തിനൊത്ത് കിട്ടാത്തതുകൊണ്ട്. അതൊരു മാനസിക രോഗമാണ്. അവർ ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് പക്ഷേ വ്യാപകമായിട്ടുണ്ടോ, അതോ കുറച്ച് പേർക്ക് മാത്രം? കുറച്ചെണ്ണത്തിനുണ്ട്, കുറച്ച് പേർക്കുണ്ട്. അവർ ഒരു കല്ലുകടിയായിട്ട് നിൽക്കാനുള്ള സാധ്യത. പക്ഷേ അവരും ഈ പറയുന്നതിനെ അതിൽ ശക്തി ഏത് ഭാഗത്താൻ നോക്കി അങ്ങ് നിശബ്ദരാകും. വിജയത്തും പോലെ മറ്റൊരു മറുപടിയില്ല. ഓക്കെ. കാരണം എനിക്ക് തോന്നുന്നു ഈ 5 or 10 സീറ്റ് ആയാൽ തന്നെയും അത് വലിയൊരു നേട്ടമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് കാണിക്കാൻ പറ്റും. ബാലറ്റ് സ്ട്രീറ്റിൽ 5 എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുവരെ കിട്ടാത്തൊരു സാധനം. ഒരിക്കലും 1 കിട്ടി, പിന്നീട് അത് മാഞ്ഞുപോയി. ഇനിയും അത് 5ലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല, അത് ഇങ്ങനെ BJP എല്ലാ സംസ്ഥാനങ്ങളും ആദ്യം 1 കിട്ടി, പിന്നെ തിരിച്ചടി വന്ന് പടവരങ്ങ പോലെ താഴോട്ട് പോയി, പിന്നെ മുകളിലോട്ട്, അങ്ങനെയൊക്കെ തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. അവർക്ക് പുതിയ കാര്യമൊന്നുമല്ല. അവർ RSSൻ്റെ സംഘടനാ ചട്ടക്കൂട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളത്തോളം അവരെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ആ ചട്ടക്കൂട്, അതായത് ആ ഒരു സംരക്ഷണ വലയം, RSSൻ്റെ സംരക്ഷണ വലയം കേരളത്തിൽ ഉറപ്പാക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയണം, അല്ലേ? പൂർണ്ണമായിട്ട് കഴിയണം. അതുണ്ടാവും. അത് അവരോട് കലോചിച്ചിട്ടല്ലേ ഓരോ പണി ഇവിടെ ഒപ്പിക്കുള്ളൂ. പിന്നെ രാജീവ് എന്ന് വെച്ചാൽ RSS ബേസിക്കുന്നത് ദേശസ്വനാണ്. ദേശസ്വനത്തിൻ്റെ അവസാന വാക്കാണ് രാജീവിൻ്റെ അച്ഛനും ഒക്കെ. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ ഇവിടെ അവർക്ക് നമ്മളെ ചില അനിയന്മാർ BJPയിലുണ്ട്, അവർക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ ചില പ്രചാരന്മാർക്ക് തോന്നിയാലുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രചാരന്മാർ പൊതുവേ അത്തരം തരം താഴില്ല. അവരൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് കേന്ദ്രം പറയുന്നത് അതിനനുസരിച്ച് പോകാൻ. പിന്നെ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കേരളത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന സ്ഥലം കേരളമാണ്. പല രീതിയിലുള്ള സമ്മർദ്ദ ശക്തികളും ഉള്ള സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJP വളരേണ്ടത്. RSSന് വളർച്ചയുണ്ട്, പക്ഷേ BJPൻ്റെ വളർച്ചയില്ല ഇവിടെ വലിയ രീതിയിൽ. അത് അവരുടെ കൂടി ആവശ്യമാണ്. യെസ്, ആ ഒരു തരത്തിലേക്ക് അവർ വരികയാണ് എന്നുണ്ടെങ്കിൽ RSS
രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടല്ലേ ഈ IRSS ഞങ്ങൾ നിന്നത്. കൂടുതലുള്ള സാധനങ്ങൾ പടപരങ്ങ പോലെ പോയപ്പോൾ ഇവരെല്ലാം കൂടി പൃഥ്വി മിസൈൽ പോലെ മുകളിലോട്ടല്ല പോയത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ അത്തരത്തിൽ പോവുകയാണ്. നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ എന്താണ് അഭ്യൂഹങ്ങൾ അതുപോലെ അത്ര അഭ്യൂഹങ്ങൾ അങ്ങനെ ഇത് ഒരു പണിയില്ലാത്ത കുറേ എണ്ണം ഇറങ്ങും. യൂട്യൂബിൽ കുറേ പത്രക്കാരുണ്ട്. ഇവന്മാർക്ക് രാവിലെ ന്യൂസ് കൊടുക്കണ്ടേ. സുരേഷ് ഗോപി പിണങ്ങി, സുരേഷ് ഗോപി ഉത്തരം പറഞ്ഞില്ല, രാജീവിന് പണി, രാജീവിനി എങ്ങോട്ട്, അങ്ങനെ അത് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി വേറെ വല്ല പണിയും ചെയ്യേ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ എന്തായാലും ഒരു ചോദ്യം കൂടി, ഒരു 10 സീറ്റ് വരെ ആണ് ചിലരൊക്കെ പറയുന്നത്. ഫക്രുദ്ദീൻ അലി എന്താണ് പറയുന്നത്? പരമാവധിയാണ് അതൊക്കെ. പക്ഷെ 5 കിട്ടാൻ സാധ്യതയുണ്ട്. 5 കിട്ടാൻ സാധ്യതയുണ്ട്, ശ്രമിച്ചാൽ കിട്ടും. പിന്നെ ഇവർ ഈ രാഷ്ട്രീയ സമിതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരുമായിട്ട്. അതാ ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇലക്ഷൻ 1+1=2 അല്ല പൊളിറ്റിക്സിൽ എപ്പോഴും. ആർക്കാണ് ഗുണം നോക്കിയാൽ മതി. ആർക്കാണ് ഗുണമെന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ഞാൻ വായിച്ചെടുക്കുന്നത് CPM-മായി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ദൂതന്മാർ, അത് നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് മുമ്പ് നമ്മളൊന്നും തെളിവ് വെച്ചാൽ BJP ഉണ്ട് കർണാടക വോട്ട് കിട്ടിയിട്ടില്ലേ, മാനവജി എന്നെ സംബന്ധിച്ച കാര്യം. ഇപ്പം ലീഡർ ഇല്ലല്ലോ, ആർക്കൊക്കെ വോട്ടൊക്കെ വെക്കണ്ടേ, എങ്കിലേ നമുക്കൊരു ഗുണം ഉണ്ടാവുള്ളൂ. പണ്ട് സാമ്പത്തികമായിരുന്നു, ഇപ്പോൾ അവർക്ക് സീറ്റുകളാണ് വേണ്ടത്. അതനുസരിച്ച് ഇപ്പോൾ ഈ പോകുന്ന പോക്കാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ UDF ശോഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആൾക്കാരൊക്കെ തെന്നിയും തെറിച്ചും ഈ BJP ക്യാമ്പിലേക്ക് വരുമായിരിക്കുമല്ലേ? സാധ്യതയുണ്ട്, പതുക്കെ. പക്ഷെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ അവരെ ഇപ്പോൾ CPM ചെയ്യുന്നത്, ഇപ്പോൾ പ്രശാന്തിനെ പിടിച്ചിട്ട് ദേവസ്വം ബോർഡിൽ, അതുപോലെ തന്നെ കാലിക്കറ്റ് ഉണ്ടായിരുന്ന അനിൽകുമാറിനെ നല്ല പ്ലേസ്മെൻറ്റാണ്. വാസുവേട്ടൻ BJPയുടെ തന്നെ കണ്ണൂരുണ്ടായിരുന്ന അദ്ദേഹത്തിന് വലിയ പ്ലേസ്മെൻറ്റ്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. അശോകൻ, അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റണം എവിടെയെങ്കിലൊക്കെ. പക്ഷെ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് കഠിനാധ്വാനം ചെയ്ത് വർഷങ്ങളായി കൂടെ നിൽക്കുന്നവർ, അതേപോലെ അവരെ മാത്രമല്ല ഇവരെയും പ്ലേസ് ചെയ്യണം, കൂടെ തുഷാറിനെയും പ്ലേസ് ചെയ്യണം. ഇപ്പോൾ തുഷാറിനെയാണ് ഇങ്ങനെ അവഗണിക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ SNDP അല്ലെങ്കിൽ ഈ തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ എനിക്കറിയില്ല, ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല. രാജീവിനെ ശുപാർശ ചെയ്ത് കാര്യം എപ്പോൾ ഉപയോഗിക്കണമെന്നറിയാം. പക്ഷേ തുഷാറിനൊരു മന്ദസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുഷാർ കുറേ കാലമായിട്ട് അവരെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതെ, അല്ല ഞാൻ മനസ്സിലാക്കിയത്, ചില സോഴ്സിൽ നിന്ന് അറിഞ്ഞത്, തുഷാറിനെ ജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് BJP. ഒന്നെങ്കിൽ രാജ്യസഭ വഴി അല്ലെങ്കിൽ ലോക്സഭയിൽ അങ്ങനെ തുഷാറിനെ ഏൽപ്പിക്കാൻ പറ്റിയ മണ്ഡലം ഏതാ? അങ്ങനെയുള്ള ഒരു സുരേഷ് ഗോപി മാജിക്കോ രാജീവ് ചന്ദ്രശേഖർ മാജിക്കോ ഒന്നും തുഷാറിൻ്റെ കാര്യത്തിൽ പോവില്ല. തുഷാറിനെ വേണമെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിയമസഭയിൽ കൊണ്ടുവരാം, അതേ പറ്റുള്ളൂ. നിയമസഭയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അല്ല 10 വർഷം കഴിയുമ്പോൾ തുഷാറിന് ഇപ്പോഴത്തെ തുഷാറിൻ്റെ അച്ഛൻ്റെ പ്രായമാവും. ഇന്ന് തുഷാറിനെ മോനായിക്കാം പൊസിഷനിൽ, അവൻ ചിലപ്പോൾ ജയിക്കും, കാരണം അന്നത്തെ സാഹചര്യമാവും. അത് ശരി. അപ്പോൾ എന്തായാലും ഈ സാമുദായിക സംഘടനകളുമായിട്ടുള്ള അല്ലെങ്കിൽ ചർച്ചകളും ആശയവിനിമയവും സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്ന് തന്നെ കരുതണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും രാജീവിൻ്റെ ടീമിൻ്റെ പ്രശ്നം, പിണറായിൻ്റെ ടീമിൻ്റെ പ്രശ്നം എന്താ, അവർ ചെയ്യുന്നത് നിങ്ങൾ പത്രക്കാർക്ക് കിട്ടുന്നില്ല. പണ്ട് നിങ്ങൾ പത്രക്കാർക്ക് ഓരോ ആളുകളുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയുള്ള അവരെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്, പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് പോകും അല്ലേ, ലക്ഷ്യത്തിലെത്തി. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഓരോ ചർച്ച ചെയ്യുമ്പോൾ പിണറായി രാജീവൊക്കെ അപ്പത്തെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കേട്ടതുപോലെ രാജീവ് ചന്ദ്രശേഖറിന് ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല. നടക്കേണ്ടവർക്ക് അടിത്തട്ടിൽ നടക്കുക തന്നെയാണ്. RSSുമായുള്ള ആശയവിനിമയവും സഹകരണവും ഒക്കെ തന്നെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ കല്ലുകടി ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് പേരുണ്ട്. അവർ ചില പ്രശ്നങ്ങളൊക്കെ പലയിടങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഉത്തരേന്ത്യയിലൊക്കെ തന്നെ പറയുന്നത് പോലെ ജാതി രാഷ്ട്രീയം കളിക്കാൻ ഇവിടെ സാധിക്കില്ല. ഒപ്പം ആരെയൊക്കെ നിർത്താൻ സാധിക്കുമോ അവരെയൊക്കെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു തന്ത്രമാണ് കേരളത്തിൽ പയറ്റേണ്ടത്. അത് രാജീവ് ചന്ദ്രശേഖറിന് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അത് വളരെ ഭംഗിയായി നിർവഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ യുവജനങ്ങളെ കൂടെ നിർത്താൻ പോകുന്ന തന്ത്രങ്ങളും ആശയങ്ങളും അദ്ദേഹത്തിനുണ്ട്. അത് കൃത്യമായി അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. ഒപ്പം തന്നെ ഒരു 2031 ആകുമ്പോഴേക്കും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായി BJP വളരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തെളിഞ്ഞ് കാണുകയുമാണ് എന്നും അദ്ദേഹം പറയുകയാണ്. കാത്തിരുന്ന് നമുക്കും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.